സ്റ്റുഡൻസ്, നമ്മൾ ഫ്ലൂയിഡ് മെഷീനറിയിലെ ഫസ്റ്റ് മോഡ്യൂളിലെ അടുത്ത ടോപ്പിക്കാണ് ഇമ്പാക്റ്റ് ഓഫ് ലിക്വിഡ് ജെറ്റ് ഓൺ സീരീസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ്സ് മൗണ്ടഡ് ഓൺ എ വീൽ, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരും കൂടിയാണ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ജെറ്റ് ഓഫ് വാട്ടർ ഓൺ എ സീരീസ് ഓഫ് വെയിൻസ്. ഇതെന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഒരു സിംഗിൾ പ്ലേറ്റ് അല്ലെങ്കിൽ സിംഗിൾ വെയിൻ ആണ് അല്ലേ. ആ സിംഗിൾ വെയിൻ ഒന്നില്ലെങ്കിൽ ഫിക്സ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ മൂവിങ് ആയിരിക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സീരീസ് ഓഫ് വെയിൻ ആണ്. അതായത് ഒരു വീലുണ്ട്, ഒരു സർക്കുലർ വീലുണ്ട്, അതിൻ്റെ ചുറ്റും എന്താണ് കുറേ പ്ലേറ്റ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്താണ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സെർട്ടേൺ ഡിസ്റ്റൻസ് അപ്പാർട്ടിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വീലിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ എക്സൈറ്റ് ചെയ്യണ ഫോഴ്സ് എന്താണ്? ഓക്കെ, അപ്പോൾ സീരീസ് ഓഫ് വെയിൻസ് ഉണ്ടാകുമ്പോൾ എന്താണ് ഡിഫറൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചിത്രം, ഇതാണ് ഒരു വീല്, ഇതിന് ചുറ്റും എന്തുണ്ട്? പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് പ്ലേറ്റ്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് എന്ത്? പ്ലേറ്റ് അല്ലെങ്കിൽ വെയിൻസ് എന്നൊക്കെ പറയാം. ആ വെയിൻസ് എന്താണ്? ഈ വീലിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വീലിൻ്റെ ഔട്ടറിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പൈപ്പാണ്, ഇത് നോസിലാണ്. നോസിൻ്റെ ഔട്ടിലൂടെ എന്താണ്? ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വരും. ഈ ജെറ്റ് ഓഫ് ഫ്ലൂയിഡ് വന്ന് ഈ പ്ലേറ്റിനെ സ്ട്രൈക്ക് ചെയ്യാണ്. ഇപ്പോൾ ജെറ്റ് വരുന്ന വെലോസിറ്റി വി എന്ന്, ക്യാപിറ്റൽ വി എന്ന് കൺസിഡർ ചെയ്യണു. ഈ പ്ലേറ്റ് എന്താണ്? പ്ലേറ്റ് മൂവ് ചെയ്യണ വെലോസിറ്റി യു എന്നും കൺസിഡർ ചെയ്യണം. എന്താ സംഭവിക്കുക? ഇത് സ്ട്രൈക്ക് ചെയ്യും, പ്ലേറ്റ് ഡയറക്ഷൻ മാറുമ്പോൾ തന്നെ അടുത്ത പ്ലേറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ നമ്മൾ പ്ലേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത പ്ലേറ്റ് അപ്പോൾ തന്നെ അവിടെ വന്ന് നിൽക്കും. അത് മൂവ് ചെയ്യുമ്പോൾ വേറെ വരും. അങ്ങനെ ഇതെന്താണ്? കണ്ടിന്യൂസ് റൊട്ടേഷൻ കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മൂവിങ് പ്ലേറ്റിൻ്റെ കേസിൽ മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ഇത് മൂവിങ് ആണ്. അപ്പോൾ ഈ പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിലേറ്റീവ് വെലോസിറ്റി തന്നെയാണ്. ബട്ട് നമ്മൾ ഒരു സിംഗിൾ പ്ലേറ്റ് മൂവ് ചെയ്യണതിൽ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയത് റോ എ വി ആർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. വി ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റിയാണ്. ബിക്കോസ് അത് സിംഗിൾ പ്ലേറ്റ് ആണ് അല്ലേ. സിംഗിൾ പ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പ്ലേറ്റിൽ ഇതാണ് ജെറ്റ് എങ്കിൽ, ഇത് പ്ലേറ്റും ആണെങ്കിൽ, ഇത് ജെറ്റും ഇത് പ്ലേറ്റും ആണെങ്കിൽ ഈ ജെറ്റ് വന്ന് ഇതിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്താണ്? ഈ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണ്. അതിനനുസരിച്ച് ഇവിടെയാണ് നോസിൽ ഉണ്ടാവുക. നോസിൽ ഒറ്റ പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഇതിങ്ങനെ പോകുന്തോറും ഈ ജെറ്റ് എന്താണ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? മാസ് നമുക്കവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല കിട്ടുക. ഓക്കെ, കാരണം എന്താണ്? ഡിസ്റ്റൻസ് കൂടുന്തോറും നോസിൽ ഒരു സൈഡ് ഒരു സിംഗിൾ പോയിന്റ് നിന്നാണ് ജെറ്റിനെ എജക്റ്റ് ചെയ്യുന്നത്. ജെറ്റ് അവിടെ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. ബട്ട് ഈ മൂവിങ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ സിംഗിൾ പ്ലേറ്റ് ആകുമ്പോൾ പ്ലേറ്റ് ആദ്യം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ ഇവിടെയാണ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ജെറ്റിൻ്റെ സോഴ്സ് ഇവിടെ, അപ്പോൾ ജെറ്റിൻ്റെ മാസ് സ്ട്രൈക്ക് ചെയ്യണതിൽ എന്താണ്? ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ മാസിൻ്റെ കേസിൽ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ഇവിടെ സിംഗിൾ പ്ലേറ്റിൽ കേസിലെടുത്തത്. ബട്ട് നേരെ മറിച്ച് ഈ കേസിലാണെങ്കിൽ ഇവിടെ നമ്മൾ ഇതെല്ലാം എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിലാണ് എന്ത്? പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പ്ലേറ്റിൽ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്ത് ഈ പ്ലേറ്റ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ ഇവിടുത്തെ ഈ പ്ലേറ്റ് എന്താണ്? വന്ന് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഹിറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ജെറ്റ് ഈ നോസിൻ്റെ ഔട്ടിൽ നിന്ന് ഇതുവരെയുള്ള ജെറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക. ഈക്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യണ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സെയിം എന്ന് പറയുമ്പോൾ നമുക്ക് വി ക്യാൻ സേ ഇറ്റ് ആസ് മാസ് ഓഫ് ഫ്ലൂയിഡ് സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും ഓരോ പ്ലേറ്റിൽ, വെദർ ഇറ്റ്സ് ഇൻ ദിസ് വൺ ഓർ ദിസ് വൺ. കാരണം എന്താണ്? ഒരു പ്ലേറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ വേറൊരു പ്ലേറ്റ് വന്ന് അവിടെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം റോ എ വി എന്ന് എഴുതാം. കാരണം എന്താണ്? കോൺസ്റ്റൻറ്റ് ഈ വീൽ തന്നെയായിരിക്കും, റിലേറ്റീവ് വെലോസിറ്റി അല്ല, കോൺസ്റ്റൻറ്റ് മാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കേണ്ട മാസ്, ജെറ്റിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ വെലോസിറ്റി ഉള്ളത് തന്നെയായിരിക്കും, റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കില്ല. ഏത്? മാസിൻ്റെ കേസ് മാത്രമാണ്. ബട്ട് നേരെ മറിച്ച് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യണതൊക്കെ എന്താണ്? മൂവ് ആയതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. സോ നമുക്ക് നോക്കാം, അതാണ്. അപ്പോൾ ഇത് ഡെറൈവ് ചെയ്യാനായിട്ട് ആദ്യം കൺസിഡർ ചെയ്യണം. വി കൺസിഡർ ചെയ്യുകയാണ്. വി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ജെറ്റാണ്, ജെറ്റിൻ്റെ വെലോസിറ്റിയാണ്. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ ജെറ്റിൻ്റെ ഡയമീറ്റർ എന്ന് കൺസിഡർ ചെയ്തു. അതിൻ്റെ ഏരിയ സ്മോൾ ലെറ്റർ എന്ന് കൊടുക്കുക, ദാറ്റ് ഈസ് 5/4 d² ആണ്. വെയിനിൻ്റെ വെലോസിറ്റി, വെയിൻ പ്ലേറ്റ് എന്നൊക്കെ പറയുകയെ, അതിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ യു എന്ന് കൺസിഡർ ചെയ്തു. ദെൻ ഞാൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത് ഇവിടെ. ഇൻ ദിസ് കേസ് the mass of water coming out from the nozzle per second is always in contact with the place അല്ലേ. എപ്പോഴും എന്താണ്? ഈ നോസിൽ നിന്ന് പുറത്ത് വരുന്ന
ഫ്ലൂയിഡിൻ്റെ മാസ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലേറ്റുകളായിട്ട് എന്താണ് കോണ്ടാക്റ്റ് ഉണ്ടാവും. വെൻ ഓൾ ദ പ്ലേറ്റ്സ് ആർ കൺസിഡേർഡ്, എല്ലാ പ്ലേറ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹെൻസ് മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് സ്ട്രൈക്കിംഗ് ദ സീരീസ് ഓഫ് വെയിൻ എന്ന് പറയുമ്പോൾ റോ എ വി എന്നാണ് വരിക. വി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ മൂവിങ് പ്ലേറ്റിൻ്റെ കേസിൽ എഴുതുമ്പോൾ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡിൽ അവിടെ എഴുതിയിട്ടിരിക്കുന്നത് സിംഗിൾ പ്ലേറ്റിൻ്റെ വി അല്ല, റിലേറ്റീവ് വെലോസിറ്റിയാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, ഓൾവേസ് എന്താണ് അവിടെ സെയിം മാസ് കോണ്ടാക്റ്റിൽ ഉണ്ടാവില്ല. ബട്ട് ഇവിടെ എന്താണ്, സെയിം മാസ് കോണ്ടാക്റ്റിൽ ഉണ്ടാവും. നോസിൽ നിന്ന് വരുന്നതിൽ ജെറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ കോണ്ടാക്റ്റിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് എന്തിവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് വെലോസിറ്റി, ജെറ്റിൻ്റെ വെലോസിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് റോ എ വി. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓർത്ത് വയ്ക്കുക. ഇനി അങ്ങോട്ട് നമുക്ക് വേണ്ടത് ഇതാണ്. എല്ലാം നമ്മൾ ടർബൈൻ്റെ ബ്ലേഡ്സ് ആണെങ്കിലും പമ്പിൻ്റെ ബ്ലേഡ്സ് ആണെങ്കിലൊക്കെ അവിടെ സീരീസ് ഓഫ് വെയിൻസും ബ്ലേഡ്സും ആണുള്ളത്. അപ്പോൾ അവിടെയൊക്കെ മാസ് പെർ സെക്കൻഡിൽ എന്തായിരിക്കും, റോ എ വി എന്നായിരിക്കും വരിക. ഓക്കെ. അതുപോലെ തന്നെ ജെറ്റ് സ്ട്രൈക്സ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, ഓൾസോ ദ ജെറ്റ് സ്ട്രൈക്സ് ദ പ്ലേറ്റ് വിത്ത് ദ വെലോസിറ്റി. ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി എന്ത് തന്നെയായിരിക്കും, റിലേറ്റീവ് വെലോസിറ്റി തന്നെ ആയിരിക്കും അല്ലേ. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ജെറ്റിൻ്റെ വെലോസിറ്റി വി ആണ്, പ്ലേറ്റിൻ്റെ വെലോസിറ്റി യു ആണ്, രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ റൈറ്റ് വി മൈനസ് യു എന്ന് എഴുതാം. ആഫ്റ്റർ സ്ട്രൈക്കിങ്ങോ, ഇത് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റിയാണിത്. ഇനി ജെറ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക, ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ ജെറ്റ് മൂവ്സ് ടാൻജൻഷ്യൽ ടു ദ പ്ലേറ്റ് ആൻഡ് ഹെൻസ് ദ വെലോസിറ്റി കമ്പോണൻറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ് ഈസ് ഈക്വൽ ടു 0. അതെന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇത് സ്ട്രൈക്ക് ചെയ്തു, അല്ലേ. സ്ട്രൈക്ക് ചെയ്ത് ഈ പ്ലേറ്റ് പോവുകയാണ്. പ്ലേറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിയാൽ എന്താണ്, ഇവിടെ വേറെ പ്ലേറ്റ് വന്ന് റീപ്ലേസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഈ ജെറ്റ് ഇങ്ങനെ തന്നെയാണ് പോകണം. അപ്പോൾ ജെറ്റ് ഈ ഡയറക്ഷനിൽ പോയിട്ട് പ്ലേറ്റിൻ്റെ ഡയറക്ഷനിൽ പോകണില്ല അല്ലേ. അപ്പോൾ ടാൻജൻഷ്യൽ ആയിട്ടാണെന്ന് പറയാം, പ്ലേറ്റിന് ടാൻജൻഷ്യൽ ആയിട്ടാണ്. അല്ലെങ്കിൽ ഈ വീലുണ്ട്, വീലിന് എന്താണ്, ടാൻജൻഷ്യൽ ആയിട്ടാണ് ഈ ജെറ്റ് പോണത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ സ്ട്രൈക്കിംഗ് ദ പ്ലേറ്റിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഫോഴ്സ് എക്സെർട്ടഡ് ആണ് കാണേണ്ടത്. സോ വി നോ ദാറ്റ് ദ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ് അല്ലേ. ആ മോഷൻ ഓഫ് പ്ലേറ്റിൻ്റെ മോഷൻ്റെ ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്ത ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എഫ് എന്ന് കൊടുക്കുക. ആ പ്ലേറ്റിൻ്റെ മോഷൻ നമ്മൾ എക്സ് ഡയറക്ഷൻ എടുക്കണം. സോ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം മാസ് പെർ സെക്കൻഡ്. കാരണം ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ജെറ്റ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യണ ആ ഡയറക്ഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റിയാണ്. ആ മാസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, സീരീസ് ഓഫ് വെയിൻ ആണ്. സോ റോ എ വി ആണ്. കാരണം സീരീസ് ഓഫ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ജെറ്റ് ആ പ്ലേറ്റിൽ കോണ്ടാക്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജെറ്റ് സ്ട്രൈക്സ് ദ ജെറ്റ് പ്ലേറ്റിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി ദാറ്റ് ഈസ് വി മൈനസ് യു ആണ്. സോ വി മൈനസ് യു മൈനസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻ. സോ 0. സോ ഇക്വേഷൻ എന്താ പറയുക, റോ എ വി ഇൻറ്റു വി മൈനസ് യു എന്നാണ് വരിക. ഇനി ഫോഴ്സ് കണ്ടു കഴിഞ്ഞാൽ മൂവിങ് പ്ലേറ്റ് ആണ്, എന്ത് കാണണം, വർക്ക് ഡൺ കാണണം അല്ലേ. സോ വർക്ക് ഡൺ ബൈ ദ ജെറ്റ് ഓൺ ദ സീരീസ് ഓഫ് പ്ലേറ്റ്സ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പെർ സെക്കൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് എഫ് എക്സ് ഇൻറ്റു യു ആണ് വരിക. എഫ് എക്സ് ഇൻറ്റു യു വിച്ച് ഈസ് ഈക്വൽ ടു എഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, റോ എ വി ഇൻറ്റു വി മൈനസ് യു ആണ്. സോ റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു. ഓക്കെ. അപ്പോൾ വർക്ക് ഡൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫിഷ്യൻസിയാണ് കാണേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി കാണുമ്പോൾ നമുക്ക് അവിടെ കൈനറ്റിക് എനർജി ആവശ്യമായി വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നോസിൻ്റെ ഔട്ടിൽ കിട്ടുന്ന എനർജിയാണ്. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആണ്. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു യു ആണ്. കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി അറിയാം, ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ആണ്. ഇവിടെ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആണ്. സോ ഇവിടെ മാസ് പെർ സെക്കൻഡ് ആണ് വരിക. സോ മാസ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടുപിടിച്ച റോ എ വി ആണ്. സോ ഹാഫ് ഇൻറ്റു റോ എ വി ഇൻറ്റു വി സ്ക്വയർ ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു റോ എ വി ക്യൂബ് ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ റോ എ ഉണ്ട്, ഇവിടെ റോ എ ഉണ്ട്, ക്യാൻസൽ ആവണം. ഇവിടെ ഒരു വി ഉണ്ട്, ഇവിടെ ഒരു വി ക്യാൻസൽ ആവണം. സോ ഇവിടെ 1/2 വി സ്ക്വയർ ആവും. ആ 1/2 മേലേക്ക് പോകുമ്പോൾ 2 ആവും. സോ 2 യു വി മൈനസ് യു, ഇവിടെയുള്ള യു ഇപ്പുറത്തെടുത്ത് എഴുതിയെന്ന് മാത്രം എഴുതില്ല. അപ്പോൾ 2u ഇൻറ്റു വി മൈനസ് യു ബൈ വി സ്ക്വയർ എഫിഷ്യൻസി. ഓക്കെ. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. നോർത്ത് വയ്ക്കണം. കണ്ടീഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ കിട്ടിയ ഇക്വേഷന് ഞാൻ പേര് 1 എന്ന് കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ. സോ ഈ കണ്ടീഷൻ ഓഫ് മാക്സിമം എഫിഷ്യൻസി കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇക്വേഷൻ 1 ഗീവ്സ് maximum efficiency.
ഈ ഇക്വേഷൻ തരുന്നത് എന്താണ്? ഇക്വേഷൻ 1 തന്നിരിക്കുന്നതാണ് എഫിഷ്യൻസിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി കാണണമെങ്കിൽ ഈ എഫിഷ്യൻസി ഇക്വേഷനെ എന്ത് ചെയ്താലാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുക എന്നുള്ളതാണ്. ഈ എഫിഷ്യൻസിയുടെ ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു? ഡിഫറൻഷ്യേറ്റിംഗ് ദ എഫിഷ്യൻസി ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു യുവിന് റെസ്പെക്റ്റ് ചെയ്തിട്ട് എഫിഷ്യൻസിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണു? ഇക്വേറ്റ് ചെയ്യണു. സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി. ഇപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്, അല്ല കർവ്ഡ് പ്ലേറ്റ് ഉണ്ട്, അതിലൊക്കെ മൂവിങ് ഉണ്ട്. അതിൻ്റെ ചിലപ്പോൾ മാക്സിമം എഫിഷ്യൻസി കാണാനും പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എഫിഷ്യൻസി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കർവ്ഡ് പ്ലേറ്റിൻ്റെ സിംഗിൾ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പോൾ ഉള്ളത് അതിനെ എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി കിട്ടും. അങ്ങനെ ഇവിടെ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/du എഫിഷ്യൻസി എന്താണ് ഇവിടെ കിട്ടിയ വാല്യൂ? 2u × v - u/v² ആണ്. സോ 2u × v - u/v² = 0. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. 2u ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2uv - 2u²/v² which is equal to 0. ഓക്കെ, ദെൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 2uv ആണ്. ഇവിടെ u വിത്ത് റെസ്പെക്റ്റ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ 2v കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ d/du of u എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × 2v എന്നാവും. അപ്പോൾ 2v മൈനസ് അതേപോലെ 2u² ആണ്. u² ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2u എന്നാണ് വരിക. അപ്പോൾ 2 × 2 4. 2 × 2u/ ഇവിടെ v² തന്നെയാണ് വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെങ്ങനെയാണ്? ഈ v² ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് 0 ആയിപ്പോയി. ബാലൻസ് ഉള്ളത് 2v മൈനസ് 2 × 2u ആണ്. അപ്പോൾ 4u. ഇതിൽ നമുക്ക് വിനെ മാത്രം നിർത്തി 2v = 4u എന്ന് എഴുതാം. അപ്പോൾ v = എന്താണ്? v = 4u/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് നത്തിങ്. v = 2u എന്ന് എഴുതാം. അതല്ലെങ്കിൽ u = v/2 എന്ന് എഴുതാം. അപ്പോൾ രണ്ട് കേസ് ഏതോ ഒന്നെങ്കിൽ v = 2u എന്ന് എഴുതാം, v = 2u എന്നും എഴുതാം, അല്ലെങ്കിൽ u = v2 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. v = 2u ഓർ u = v/2 അല്ലേ? ഇവിടെ v = 2u എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ u ആണ് വേണ്ടെങ്കിൽ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ v/2 ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷനായി. ഈ കണ്ടീഷൻ ഇനിയിപ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഇവിടെ കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണു? ഇവിടെയുള്ള നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടും എന്താണ്? ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ v = 2u. v = 2u എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ ഏതാണ്? ഈ മേൽ പറഞ്ഞ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് കേട്ടോ. ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ? ഇക്വേഷൻ നമ്പർ 1 കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1 ഞാൻ അവിടെ എഴുതിയ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. സോ വി ക്യാൻ റൈറ്റ് മാക്സിമം എഫിഷ്യൻസി max = നമുക്ക് 2u × v ആണ്. വിക്ക് പകരം ഇവിടെ എന്ത് കൊടുക്കാനാണ് പറഞ്ഞു? 2u എന്ന് കൊടുക്കുകയാണ്. 2u - u ഡിവൈഡഡ് ബൈ ഇവിടെ v ആണ്. വിക്ക് പകരം 2u² എന്ന് കൊടുക്കുക. അതാണ് 2u². സോ ഇവിടെ 2u² ആണ്. ഒന്ന് ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് അല്ലേ 2u അല്ലേ? ബാലൻസ് ഉള്ളത് 2u × u എന്ന് എഴുതാം. കാരണം എന്താ? ഇവിടെ 2u - u ആണ്. 2u ൽ നിന്ന് 1u പോയി കഴിഞ്ഞാൽ u ഉണ്ടാവുക. ഇവിടുത്തെ 2 ഓൾറെഡി പോവും അല്ലേ? അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് കിട്ടും. അത് ഇവരിവിടെ എന്താണ്? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഇവിടെ 2u ഉണ്ട്. ആ 2u തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ഇവിടെ 2u - u എന്ന് ചെയ്യുമ്പോൾ നമുക്ക് u കിട്ടുക. ആ u എഴുതിയിട്ടുണ്ട്. ഡിവൈഡ് ബൈ ഇവിടെ 2u² ഉണ്ട്. അതിനെ 2u × 2u എന്ന് എഴുതാം. അപ്പോൾ ഈ 2u പോയി, ഈ 2u പോയി. ദെൻ ബാലൻസ് u/2u ആണുള്ളത്. അപ്പോൾ u ഗെറ്റ്സ് ക്യാൻസൽ. സോ ഇവിടെ 1/2 എന്ന് വരും. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അപ്പോൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ 50% × 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കിട്ടും. 50% എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് മാക്സിമം എഫിഷ്യൻസി പറയേണ്ടത്. ഇപ്പോൾ ഇതിലിപ്പോൾ ഇവർ v = 2u എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എഫിഷ്യൻസി ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ യുവിന് പകരം എന്തും കൊടുക്കാം. v/2 ഇട്ട് സോൾവ് ചെയ്താൽ നമുക്ക് ഇതേ ആൻസർ തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരിത് സീരീസ് ഓഫ് വെയിൻസ്, ഫ്ലാറ്റ് വെയിൻസ് ഉണ്ടാകുമ്പോഴുള്ള കണ്ടീഷൻ. ഇനി ഇതേപോലെ വേറൊരു ഡെറിവേഷൻ കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. ഫോഴ്സ് എക്സർട്ടഡ് ഓൺ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ് ആണ്. റേഡിയൽ കർവ്ഡ് വെയിൻസ് കർവ് എങ്ങനെയാണ്? റേഡിയൽ കർവ്ഡ് വെയിൻസിലുള്ള ഫോഴ്സ് എങ്ങനെയാണ് എക്സേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ
ഇതാണ് സംഭവം. ഇങ്ങനൊരു വീലുണ്ട്. ഈ വീലിലാണ് ഇങ്ങനെ കർവ്ഡ് വെയിൻസ് ഉള്ളത്. ഇപ്പോൾ റേഡിയൽ കർവ്ഡ് വെയിൻസ് എന്ന് പറയാനുള്ള കാരണം ഈ വെയിനിൻ്റെ ഇതൊരു എൻഡാണ്, രണ്ട് എൻഡാണ് അല്ലേ. ഇതൊരു എൻഡാണ്. ഈ രണ്ട് എൻഡിലും റേഡിയസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീലിൻ്റെ സെൻറ്റർ ഇതാണ്. ഈ സെൻറ്ററിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R1. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R1 എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അതുപോലെ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് R2 എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. ഓക്കെ, അതാണ് ഈ റേഡിയൽ കർവ്ഡ് വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി സെയിം ആവില്ല ഇവിടെ. ഓക്കെ, അതൊന്ന് ഓർത്ത് വയ്ക്കുക. സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കട്ട് പോർഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഞാൻ വരച്ച വീലിൻ്റെ ഒരു പകുതി പോർഷൻ, അവിടെയാണ് ഈ വെയിൻസ് ഉള്ളത്. അപ്പോൾ ഈ വെയിൻസിൽ നമ്മളിവിടെ ടിപ്പിൽ ടാൻജൻ്റ് ആയിട്ട് തന്നെയാണ് ഫ്ലൂയിഡ് സ്ട്രൈക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണു. അപ്പോൾ V1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യണു, വെലോസിറ്റി ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യണു. അപ്പോൾ ഈ റേഡിയൽ കർവ്ഡ് വെയിൻ മൂവ് ചെയ്യണ വെലോസിറ്റി U എന്ന് കൺസിഡർ ചെയ്യണു. സോ ദാറ്റ് ഈസ് U1. ദെൻ അപ്പോൾ ഇവിടെ കിട്ടുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി, അതിന് VR1 എന്ന് എടുക്കണു. V1ൻ്റെ കമ്പോണൻറ്റ് VW1 VF1 എന്ന് എടുക്കണു. ഓക്കെ, V1 മേക്ക് ആൻ ആംഗിൾ ആൽഫ, VR1 മേക്ക് ആൻ ആംഗിൾ തീറ്റ. അത് ഇതിലൂടെ സ്ട്രൈക്ക് ചെയ്ത് ഗ്ലൈഡ് ചെയ്തു ഇവിടെ നിന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് VR2. ദെൻ ഇവിടെ നിന്ന് V2, ദെൻ U2 ഈ ഡയറക്ഷനിലാണ് ഉണ്ടാവും. V2ൻ്റെ കമ്പോണൻറ്റ് VW2 VF2. VR2 മേക്ക് ആൻ ആംഗിൾ ഫൈ ആണ്, V2 മേക്ക് ആൻ ആംഗിൾ ബീറ്റ ആണ്. വെലോസിറ്റി ട്രയാംഗിളിലൊന്നും ഒരു പ്രശ്നമില്ല. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത്, ഇത് വീലാണ്. വീലിൻ്റെ ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, അതാണ് ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ പോയിന്റിലായിരിക്കണം നമ്മൾ ഈ വെലോസിറ്റി ഒന്ന് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെയും ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, ആ പോയിന്റിലൂടെ ആയിരിക്കണം ഇത് ലീവ് ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇവിടെ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളതും. ഇതാണ് ടാൻജൻറ്റ് ലൈൻ. ഈ ടാൻജൻറ്റ് ലൈനിലാണ് ഈ വെലോസിറ്റി V1 വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. അത് നേരെ ഇതിലൂടെ ഗ്ലൈഡ് ചെയ്ത് ഇവിടുന്ന് ലീവ് ചെയ്ത് ഇവിടെയും ടാൻജൻറ്റ് ഉണ്ട്. ടാൻജൻറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ആണ്. ഇത് ടാൻജൻറ്റ് അറ്റ് ഇൻലെറ്റ് ആണ്, ഇത് ടാൻജൻറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ആണ്. കാരണം ഇതിലൂടെ എൻ്റർ ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഔട്ടറിലൂടെ, ഈ വീലിൻ്റെ ഔട്ടറിലൂടെ വാട്ടർ എൻ്റർ ചെയ്തിട്ട് വീലിൻ്റെ ഇന്നറിലൂടെ എന്ത് ചെയ്യണം, വാട്ടർ ലീവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഈ ഇൻലെറ്റിലുള്ള റേഡിയസിന് R1 എന്നും ഔട്ട്ലെറ്റിലുള്ള റേഡിയസിന് R2 എന്നും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു വീൽ ആയതുകൊണ്ട് തന്നെ, സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻ ആയതുകൊണ്ട് തന്നെ ഈ വീൽ എന്താണ്, ഇങ്ങനെ റൊട്ടേറ്റ് ആണ് ചെയ്യുക അല്ലേ. വീൽ ഇങ്ങനെ ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇതുവരെ നമ്മൾ എന്താണ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ, ഒരു സിംഗിൾ പ്ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് അവിടെ ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത് കണ്ടുപിടിച്ചിരിക്കുക. ഇതൊരു റേഡിയൽ കർവ്ഡ് വെയിൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എക്സേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫോഴ്സ് അല്ല, ടോർക്കാണ് എക്സേർട്ട് ചെയ്യുക. ബിക്കോസ് ഇവിടെ ഒരു റൊട്ടേഷണൽ ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് ടോർക്കാണ് എക്സേർട്ട് ചെയ്യുന്നത്. സോ വി നീഡ് ടു ഡിറ്റർമൈൻ ടോർക്ക് എക്സേർട്ടഡ് ബൈ എ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ് ആണ് കാണേണ്ടത്. അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം, ബേസ്ഡ് ഓൺ ദിസ് ഡയഗ്രാം ഈ ഡയഗ്രത്തിന് ബേസ് ചെയ്ത് നമുക്കിവിടെ എഴുതാം. സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ് നമ്മൾ മൗണ്ട് ചെയ്തിട്ട് ഒരു വീലിൽ മൗണ്ട് ചെയ്തിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ജെറ്റ് ഓഫ് വാട്ടർ അതിൽ സ്ട്രൈക്ക് ചെയ്യേണ്ടത്, ഇമ്പിഞ്ചസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ചെയ്യാണ്, വെയിൻസിൽ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, വീൽ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി. അപ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യും അല്ലേ. റൊട്ടേറ്റ് ചെയ്യുന്ന വെലോസിറ്റി എന്താണ്, ആംഗുലർ വെലോസിറ്റിയാണ്. ഒരു കോൺസ്റ്റൻറ്റ് ആംഗുലർ വെലോസിറ്റി റൊട്ടേറ്റ് ചെയ്യും. ആ ആംഗുലർ വെലോസിറ്റിന് എടുക്കുന്ന സിമ്പിളാണ് ഒമേഗ. ഒമേഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗുലർ വെലോസിറ്റി ഓഫ് ദി വീലിൻ്റെ ആംഗുലർ വെലോസിറ്റി കൺസിഡർ ചെയ്യുന്നു. R1 എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി വീൽ അറ്റ് ഇൻലെറ്റ് ടിപ്പ് ഓഫ് ദി വെയിൻ. വെയിനിൻ്റെ ഇൻലെറ്റ് ടിപ്പിലുള്ള റേഡിയസിന് R1 എന്നും വെയിനിൻ്റെ ഔട്ട്ലെറ്റ് ടിപ്പ് വരെയുള്ള റേഡിയസിന് R2 എന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ട്, അതായത് U ഉണ്ട്, പെരിഫറൽ വെലോസിറ്റി ഉണ്ട്. ആസ് ദ വെയിൻസ് ആർ സിറ്റുവേറ്റഡ് റേഡിയലി റൗണ്ട് ദ വീൽ, ദ റേഡിയസ് ഓഫ് ദ വെയിൻ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതാണ് പോയിന്റ്. ഞാൻ പറഞ്ഞു, ഒരു വീലിൻ്റെ ചുറ്റും ഈ വെയിൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, റൗണ്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ, ഈ വെയിൻ്റെ ഇൻലെറ്റിൽ ഔട്ട്ലെറ്റിലുള്ള റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെരിഫറൽ വെലോസിറ്റി അല്ലെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കില്ല. പ്രീവിയസ് കേസിലേക്ക് നമ്മൾ U ഈക്വൽ ടു U1 ഈക്വൽ ടു U2 എന്ന് പഠിച്ചു. ഇവിടെ U1 നോട്ട് ഈക്വൽ ടു U2 ആയിരിക്കും, നേരത്തെ പറഞ്ഞതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ടാൻജൻഷ്യൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനാണ് U1 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു R1. ഓർത്ത് വയ്ക്കുക. ഓക്കെ, U1 ഈക്വൽ ടു ഒമേഗ ഇൻറ്റു R1. അതുപോലെ U2 കാണണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഒമേഗ ഇൻറ്റു R2. അതായത് റേഡിയസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ വീല് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി ഇൻറ്റു ദ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ റേഡിയസ് ആണ്. അപ്പോൾ ഇൻലെറ്റിൻ്റെ ആണ് കാണണമെങ്കിൽ R1 ആംഗുലർ വെലോസിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ U1 കിട്ടും. ഔട്ട്ലെറ്റ് കാണണമെങ്കിൽ R2 ഇൻറ്റു ഒമേഗ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ലെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ഫോർ എ സീരീസ് ഓഫ് വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ρQ ആണ് അല്ലേ. ρQ എന്ന് പറഞ്ഞാൽ എന്താ, ρA
V1 തന്നെയാണ് അല്ലേ? കാരണം ഇത് സീരീസ് ഓഫ് വെയിൻസ് ആണ്. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ എന്താണ് മാസ് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടാവും, കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആബ്സലൂട്ട് വെലോസിറ്റി തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വി ക്യാൻ റൈറ്റ് റോ എ V1 എന്ന് എഴുതാം. എ എന്ന് പറയുമ്പോൾ ജെറ്റിൻ്റെ വെലോസിറ്റി, ഏരിയ, ജെറ്റിൻ്റെ ഏരിയ എന്ന് പറയാം. V1 എന്ന് പറഞ്ഞാൽ ആബ്സലൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് ഓഫ് വാട്ടർ ഇഷ്യൂയിങ് ഫ്രം ദ നോസിൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടോർക്കാണ് കാണേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടോർക്ക് കാണുമ്പോൾ എന്താ പറയുക? ടോർക്ക് എക്സേർട്ടഡ് ബൈ ദ വാട്ടർ ഓൺ ദ വീൽ അല്ലേ? വീലിൽ വാട്ടറിനാൽ എക്സേർട്ട് ചെയ്ത ടോർക്ക് എത്രയെന്നാണ് അല്ലേ? അപ്പോൾ ടോർക്ക് നിന്ന് ടി റെപ്രസെൻറ്റ് ചെയ്യണു, വിച്ച് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റോ ആണ്. നമ്മളവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോഴ്സ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റോ ആണ്. ഇവിടെ ടോർക്ക് ആകുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റോ ആണ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ് മൈനസ് ഫൈനൽ ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ് എന്നായി. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇനി ഓരോ ടേമും കണ്ടുപിടിക്കണം. ഈ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് കണ്ടുപിടിക്കണം, ഫൈനൽ ആംഗുലർ മൊമെൻറ്റം എന്താണെന്ന് കണ്ടുപിടിക്കണം. ദെൻ നമ്മൾ എന്ത് ചെയ്യണു? ഇതിൽ ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. സോ നമുക്ക് കാണാം, ആദ്യം ഇവർ കണ്ടിരിക്കുന്ന മാസാണ്. മാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ് മാസ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് പെർ സെക്കൻഡ് ഫോർ എ സീരീസ് ഓഫ് വെയിൻസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം ദ നോസിൽ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് നോസിലിൻ്റെ ഔട്ടിൽ വരുന്ന വാട്ടറിൻ്റെ മാസാണ്. ദാറ്റ് ഈസ് നത്തിങ് റോ എ V1 ആണ് അല്ലേ? ഇനി ഇനീഷ്യൽ മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻലെറ്റ് ആണ് അല്ലേ? ദാറ്റ് ഈസ് മൊമെൻറ്റം ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ് ദ വെയിൻസ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷൻ പെർ സെക്കൻഡ് ആയിട്ട് ഇൻലെറ്റ്. ഒരു സെക്കൻഡിൽ ഇവിടെ വാട്ടർ സ്ട്രൈക്ക് ചെയ്യണ്ടല്ലോ, സ്ട്രൈക്ക് ചെയ്യേണ്ടത് ഏത് ഡയറക്ഷനിലാണ്? ടാൻജൻഷ്യൽ. ഇതിന് ടാൻജൻ്റ് അല്ലേ? ടാൻജൻഷ്യൽ സ്ട്രൈക്ക് ചെയ്യേണ്ടത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള മൊമെൻറ്റുമാണ് പറയണത്. ഓക്കെ, ഇപ്പോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അറിയണം. മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ മൊമെൻറ്റം പെർ സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. മൊമെൻറ്റം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? മാസ് പെർ സെക്കൻഡ് ആവും. ഇൻറ്റു ഇവിടെ നമുക്ക് വെലോസിറ്റി വേണം അല്ലേ? മാസിൻ്റെ വെലോസിറ്റി എന്താണ്? ഇവിടെ ഏത് ഡയറക്ഷനിലാണ്? വെയിൻസ് ഇൻ ദ ടാൻജൻഷ്യൽ ഡയറക്ഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഇവിടെ കമ്പോണൻറ്റ് V1 ഏതാണ്? V1 ഉണ്ട്. കമ്പോണൻറ്റ് ഓഫ് V1 ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ. V1ൻ്റെ കമ്പോണൻ്റ് ആണ് വേണ്ടത്. ഏത് ഡയറക്ഷനിൽ? ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ. അപ്പോൾ എന്താ V1ൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എന്താ? ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള കമ്പോണൻ്റ് എന്താ വരിക? V1 കോസ് ആൽഫ എന്നാണ് വരിക. V1 കോസ് ആൽഫ എന്ന് പറയുമ്പോൾ VW1 എന്ന് വരും. കാരണം ഇത് നോക്കുക, നമ്മളിവിടെ ഈ വരച്ച ഈ ടാൻജൻറ്റ് ഉണ്ടല്ലോ, ഈ ടാൻജൻറ്റ് ഡയറക്ഷനിൽ തന്നെയായിരിക്കണം എന്ത്? ഇവിടെ ഇത് പോകേണ്ടത്. ഈ ടാൻജൻറ്റിന് പാരലായിട്ടായിരിക്കണം നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വരയ്ക്കുമ്പോൾ ഇവിടെ വളഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഈ വരയ്ക്കുന്ന ടാൻജൻറ്റിന് പാരലായിട്ടായിരിക്കും നമ്മളിവിടുത്തെ ഈ VW1 കമ്പോണൻറ്റ് വരിക. യൂഷ്വലി അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ഡയറക്ഷനിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ V1 എന്ന് പറയുമ്പോൾ V1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ VW1 എന്ന് പറയുന്നത് ഇതിന് ഈ ടാൻജൻ്റ് അറ്റ് ഇൻലെറ്റിന് പാരലാണ്. അപ്പോൾ V1ൻ്റെ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ VW1 ആണ്. ഓക്കെ, നമ്മളിങ്ങനെ എഴുതുന്നത് കോസ് ആൽഫ എന്നാണ് എഴുതുക. കമ്പോണൻറ്റ് ഓഫ് V1 ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ V1 കോസ് ആൽഫയാണ്. V1 കോസ് ആൽഫ മീൻസ് നത്തിങ് VW1 ആണ്. സോ അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റോ എ V1 ഇൻറ്റു VW1. അതേപോലെ നമുക്ക് എന്താണ് ഔട്ട്ലെറ്റിൽ കാണണം. മൊമെൻറ്റം ഓഫ് വാട്ടർ അറ്റ് ഔട്ട്ലെറ്റ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ റോ എ V1 ഇന് മാസ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് റോ എ V1 എന്നാണ്. ഇൻറ്റു വെലോസിറ്റിയാണ്. വെലോസിറ്റി ഏതാണ്? V2 ആണ്. V2 ഏത് കമ്പോണൻ്റ് ആണ്? ഔട്ട്ലെറ്റിലുള്ള കമ്പോണൻ്റ് ആണ്. ഇൻ ടാൻജൻഷ്യൽ ഡയറക്ഷനുള്ള കമ്പോണൻ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് V2. ഇപ്പോൾ V2ൻ്റെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് VW2 ആണ്. ഇതാ ഈ ടാൻജൻറ്റ് ഇതിന് പാരലായിട്ടായിരിക്കണം. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് V2 കോസ് ബീറ്റ ആണ് വരിക. ദാറ്റ് ഈസ് VW2 ആണ് വരിക. ഓക്കെ, ഇവിടെ മൈനസ് സൈൻ വരുന്നുണ്ട്. കാരണം V2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. സോ റോ എ V1 ഇൻറ്റു മൈനസ് V2 കോസ് ബീറ്റ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് റോ എ V1 ഇൻറ്റു VW2 എന്ന് എഴുതാം. കാരണം V2 കോസ് ബീറ്റ എന്ന് പറഞ്ഞാൽ VW2 എന്ന് നമുക്ക് എഴുതാം. ഈ നെഗറ്റീവ് സൈൻ എടുത്തിരിക്കുന്നത് എന്താണ്? V2 ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ മൊമെൻറ്റം കിട്ടി. നമ്മളിവിടെ ജസ്റ്റ് മൊമെൻറ്റം ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ? മൊമെൻറ്റം അറ്റ് ഇൻലെറ്റും
ഔട്ട്ലെറ്റും കണ്ടുപിടിച്ചു. നമുക്ക് വേണ്ടത് എന്താണ്? ആംഗുലർ മൊമെൻറ്റമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം വേണം. ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ് അറ്റ് ഇൻലെറ്റിലുള്ള ആംഗുലർ മൊമെൻറ്റം വേണം. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൊമെൻറ്റം അറ്റ് ഇൻലെറ്റ് ഇൻറ്റു റേഡിയസ് അറ്റ് ഇൻലെറ്റ് ആണ്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ മൊമെൻറ്റം അറ്റ് ഇൻലെറ്റ് ഇൻറ്റു റേഡിയസ് അറ്റ് ഇൻലെറ്റ് ആണ്. അപ്പോൾ മൊമെൻറ്റം അറ്റ് ഇൻലെറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു എന്താണ്? റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ. റേഡിയസ് അറ്റ് ഇൻലെറ്റ് എന്ന് നമുക്കറിയാം R1 നമ്മൾ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൊമെൻറ്റം അറ്റ് ഔട്ട്ലെറ്റ് ഇൻറ്റു റേഡിയസ് അറ്റ് ഔട്ട്ലെറ്റ് ആയിരിക്കും. മൊമെൻറ്റം അറ്റ് ഔട്ട്ലെറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു മൈനസ് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു ടു ഇൻറ്റു റേഡിയസ് അറ്റ് ഔട്ട്ലെറ്റ് R2. അപ്പോൾ കണ്ടുപിടിച്ചു, എല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ടോർക്ക് എക്സൈറ്റഡ് ബൈ ദ വാട്ടർ ഓൺ ദ വീൽ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ് മൈനസ് ഫൈനൽ ആംഗുലർ മൊമെൻറ്റം പെർ സെക്കൻഡ്. ഇപ്പോൾ ഇനീഷ്യൽ ആംഗുലർ മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു R1 മൈനസ് ഫൈനൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ മൈനസ് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു ടു ഇൻറ്റു R2 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, അകത്ത് പോകുമ്പോൾ പ്ലസ് ആവും. സോ അത് കൂടാണ്ട് ഇതൊരു സൈഡാണ്, ഇത് ഇനീഷ്യലാണ്, ഇത് ഫൈനലാണ്. ഇത് രണ്ട് ഫാക്ടറിലൊന്ന് കോമൺ ആയിട്ടുള്ള റോ എ വി വൺ ഉണ്ട്. അപ്പോൾ റോ എ വി വൺ കോമൺ ആണ്, അത് പുറത്തെടുക്കുമ്പോൾ വി ക്യാൻ റൈറ്റ് വി ഡബ്ല്യു വൺ ഇൻറ്റു R1 പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു R2 എന്ന് എഴുതാം. ക്ലിയർ? ഈ വി ഡബ്ല്യു വൺ ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ എന്താണ്? U1 ആണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. വി ഡബ്ല്യു ടു R2 എന്ന് പറയുമ്പോൾ U2 ആണ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോർക്ക് കിട്ടിയിട്ടുണ്ട്. ടോർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ കാണണം. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ ദ വീലിലെ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ടോർക്ക് എക്സൈറ്റഡ് കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ടോർക്ക് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി ആയിരിക്കും. ഇത് റൊട്ടേഷനിലായതുകൊണ്ട് ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ് വരിക. സോ ടി ഇൻറ്റു ഒമേഗ. അപ്പോൾ വി ക്യാൻ റൈറ്റ് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻറ്റു R1 പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു R2 ഇൻറ്റു ഒമേഗ. സോ റോ എ വി വൺ ഇൻറ്റു ഈ ഒമേഗനെ അകത്ത് മൾട്ടിപ്ലൈ ആണ്. സോ വി ഡബ്ല്യു വൺ ഇൻറ്റു R1 ഇൻറ്റു ഒമേഗ പ്ലസ് വി ഡബ്ല്യു ടു ഇൻറ്റു R2 ഇൻറ്റു ഒമേഗ. ദെൻ ഇവിടെ ഈ ഒമേഗ ഇവിടെ ഞാൻ വി ഡബ്ല്യു വൺ ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ U1 എന്ന് പറഞ്ഞു, മിസ്റ്റേക്കാണ്. ഒമേഗ ഇൻറ്റു R1 ആണ് U1, ഒമേഗ ഇൻറ്റു R2 ആണ് U2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ ഇക്വേഷൻ എഴുതിയത് തന്നെ ഇവിടെ R1 ഒമേഗ ഉണ്ട്, ഇവിടെ R2 ഒമേഗ ഉണ്ട്. അതിന് നമുക്ക് എന്തായിട്ട് ചെയ്താൽ R1 ഒമേഗയ്ക്ക് പകരം എന്ത് കൊടുക്കുക? U1 എന്ന് കൊടുക്കുക. അത് R2 ഒമേഗയ്ക്ക് പകരം എന്ത് കൊടുക്കുക? U2 എന്ന് കൊടുക്കുക. ആ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ റൈറ്റ് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇൻസ്റ്റെഡ് ഓഫ് R1 ഒമേഗ U1 പ്ലസ് വി ഡബ്ല്യു ടു ഇൻസ്റ്റെഡ് ഓഫ് R2 ഒമേഗ U2 എന്ന് കൊടുക്കുക. സോ ഇതിൽ നിന്ന് എന്ത് കിട്ടി? വർക്ക് ഡൺ പെർ സെക്കൻഡ് കൊണ്ട് വീല് കിട്ടി. ഓക്കെ, ഇത് ഇവിടെ പ്ലസ് സൈൻ ആണ്. ഈ പ്ലസ് സൈൻ ആണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളിവിടെ കൺസിഡർ ചെയ്ത ചിത്രം എന്തായിരുന്നു? ഇവിടെ കൺസിഡർ ചെയ്ത ചിത്രം ഇതാണ് ബീറ്റ അല്ലേ? ബീറ്റ എന്താണ്? അക്യൂട്ട് ആംഗിളാണ്. അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ് സൈന് വന്നത്. അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ടാണ് ഇവിടെ പ്ലസ്. സോ ഇഫ് ദ ആംഗിൾ ബീറ്റ ഈസ് ആൻ ഒപ്റ്റ്യൂസ് ആംഗിൾ, ഇത് അക്യൂട്ട് ആംഗിളിൻ്റെ കേസാണ്. ഒപ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ദെൻ ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് വിൽ ബി ഗിവൺ ആസ് ബീറ്റ ഒപ്റ്റ്യൂസ് ആണെങ്കിൽ എന്താ വരിക? ഇവിടെ നോക്കൂ, ഒപ്റ്റ്യൂസ് ആണെങ്കിൽ ഇതാണ് കേസ്. ഇതിപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ ആണെങ്കിൽ ഇങ്ങനെ VR2 പോകും, ഇവിടെ VF2 ആയിരിക്കും, ഇവിടെ V2 ആണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഇല്ല. അപ്പോൾ ഇത് എന്താണ്? 90 ഡിഗ്രിയിൽ കൂടുതലാണ്. അപ്പോൾ ഒപ്റ്റ്യൂസ് ആകുമ്പോൾ നമുക്ക് വരെ എന്താണ്? ഇവിടെ സൈൻ എന്താ വരിക? മൈനസ് ആണ് വരിക. സോ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ U1 മൈനസ് വി ഡബ്ല്യു ടു U2. ഓക്കെ, അപ്പോൾ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ ദ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓൺ ദ വീൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറലായിട്ട് എന്ത് ചെയ്താൽ ഇനി ഇതിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ബീറ്റ ഇത് അക്യൂട്ട് ആംഗിൾ ആണ്, ലെസ് ദാൻ 90 ഡിഗ്രി ആകുമ്പോഴുള്ള കണ്ടീഷൻ. ഇത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഉള്ള കണ്ടീഷനാണ്. ഇനി ബീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ ഈ വി ഡബ്ല്യു ടു എന്ന് പറഞ്ഞ ടേമിന് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ ജനറലി നമുക്ക് എങ്ങനെ എഴുതാം? റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ U1 പ്ലസ് മൈനസ് വി ഡബ്ല്യു ടു U2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്താണ് ഇവർ പറയുന്നത്, ഇഫ് ദ ഡിസ്ചാർജ് ഈസ് റേഡിയൽ ഔട്ട്ലെറ്റ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. റേഡിയൽ ഡിസ്ചാർജ് ഈസ് റേഡിയൽ ഔട്ട്ലെറ്റ്. റേഡിയൽ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ഇതാണ്, ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഡിസ്ചാർജ് ഈസ് റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ്. റേഡിയൽ അറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രി എന്നായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ വർക്ക് ഡൺ എന്താ സംഭവിക്കുക? ബീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനാണ് അല്ല, വി ഡബ്ല്യു ടു 0 ആയിപ്പോവും. സോ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ U1 എന്നാവും. ഓക്കെ, വി ഡബ്ല്യു ടു 0 ആവും ബീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വർക്ക് ഡൺ. ഇനി എന്താണ്? ആസ് യൂഷ്വൽ എഫിഷ്യൻസി കാണണം. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ദ റേഡിയൽ കർവ്ഡ് വേ എന്ന് പറഞ്ഞാൽ the work done per second on the wheel is the output of the system
whereas the initial kinetic energy per second is the input. ഇത് അറിയുന്ന കാര്യമാണ്. സോ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ കൈനറ്റിക് എനർജി പെർ സെക്കൻഡ് ആണ്. വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് റോ എ V1 ഇൻറ്റു VW1 U1 പ്ലസ് മൈനസ് VW2 U2 ബൈ കൈനറ്റിക് എനർജി എന്നത് ഹാഫ് ഇൻറ്റു മാസ് പെർ സെക്കൻഡ് ഇൻറ്റു V1 സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഹാഫ് ഇൻറ്റു റോ എ V1 ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ റോ എ V1 ഉണ്ട്, ഇവിടെ റോ എ V1 ക്യാൻസൽ ആയി പോകണം. അപ്പോൾ 1/2 ഉണ്ട്, അത് മേലെ പോകുമ്പോൾ 2 ഇൻറ്റു VW1 U1 പ്ലസ് മൈനസ് VW2 U2 ബൈ V1 സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, ഇത് നന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.